ഈ Canon തരുന്ന സെമി ഓട്ടോമാറ്റിക് മോഡ്സ്, അപ്പർച്ചർ പ്രയോറിറ്റി മോഡ്, ഷട്ടർ പ്രയോറിറ്റി മോഡ്, അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സെമി ഓട്ടോമാറ്റിക് മോഡാണ് പ്രോഗ്രാം മോഡ്. പി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ മോഡ് എനിക്ക് ഒരുപക്ഷെ മറ്റ് രണ്ട് മോഡിനെക്കാട്ടിലും കുറേ കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് സെമി ഓട്ടോമാറ്റിക് 50% മാനുവൽ അല്ലെങ്കിൽ 50% ഓട്ടോമാറ്റിക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇറ്റ് ഗിവ്സ് യു ആൾമോസ്റ്റ് ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് എ ഫുള്ളി മാനുവൽ മോഡ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആൾസോ ഗിവ്സ് യു ആൾമോസ്റ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓട്ടോമാറ്റിക് മോഡ്. ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നിങ്ങൾ ഈ പ്രോഗ്രാം മോഡ് ആക്സസിബിൾ ആക്കാനായിട്ട് നിങ്ങളുടെ ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് പിയിലേക്ക് വെക്കുക. അതിനുശേഷം ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു ആക്സസിബിൾ ആവും. മെനുവിൽ നിങ്ങൾ ക്യൂ പ്രസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പർച്ചർ വാല്യൂവും ഷട്ടർ പ്രയോറിറ്റി വാല്യൂവും ബ്ലാങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ISO ആണ്. സോ ISOയിലേക്ക് വരിക. ISOയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ISO സെറ്റിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കാൻ സാധിക്കും. പ്രോഗ്രാം മോഡിൽ വെച്ച ശേഷം നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാമറ വിൽ ടെൽ യു വെദർ ദി എക്സ്പോഷർ ഈസ് ഹയർ ഓർ ലെസ്. ഇപ്പം എക്സ്പോഷർ കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ISO കുറയ്ക്കുക. ISO കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് എക്സ്പോഷർ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ISO കൂട്ടുക. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ ബെറ്റർ ആക്കണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എക്സ്പോഷർ കൂട്ടണോ കുറയ്ക്കണോ എന്ന് തോന്നി കഴിഞ്ഞാൽ ഫൈനലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി യു ക്യാൻ യൂസ് എക്സ്പോഷർ ബ്രാക്കറ്റിംഗ്. അതായത് ഈ ISOയുടെ താഴെ തന്നെ തന്നിരിക്കുന്ന മറ്റൊരു മെനുവാണ് എക്സ്പോഷർ ബ്രാക്കറ്റിംഗ്. ഇതൊരു മോർ ഫൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പം വളരെ കുറച്ചുകൂടെ ലൈറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഈ ഫോക്കസ് ചെയ്ത് എക്സ്പോഷർ നോക്കുമ്പോൾ ISO വാല്യൂ ഒരു 6400 മേലെ അല്ലെങ്കിൽ 12,000 മേലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ISO വെച്ച് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടാകില്ല. കാരണം കൂടുതൽ നോയ്സി ആയിട്ട്, കൂടുതൽ ഗ്രെയിനി ആയിട്ടായിരിക്കും ഈ ഫോട്ടോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ ISO കുറച്ച് വെച്ച് യൂസ് ചെയ്യാനായിട്ട് എന്ത് സംഭവിക്കും, എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തായിട്ട് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് മറ്റു രണ്ട് സെമി ഓട്ടോമാറ്റിക് മോഡിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു മോഡാണെന്ന്. അതിൻ്റെ റീസൺസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത ശേഷം നിങ്ങളുടെ ബാക്ക് ബട്ടണിൽ നോക്കുമ്പോൾ, അതായത് നിങ്ങളുടെ LCD സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് നിങ്ങൾ എക്സ്പോഷർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പോഷറാണ്, ഫോക്കസ് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു റീഡിംഗ് കൂടെ ഏത് ഷട്ടർ സ്പീഡിലാണ്, ഏത് അപ്പർച്ചർ വാല്യൂ ആണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ വാല്യൂസ് എല്ലാം നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ മാനുവലിലേക്ക് പോയിട്ട് ഈ സെറ്റിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ കൂടെ ബെറ്ററായിട്ട്, കുറേ കൂടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാറ്റിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ എളുപ്പത്തിൽ ഈ റീഡിങ്സ് മനസ്സിലാക്കാൻ, അതായത് നിങ്ങൾ ആദ്യം മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം ട്രൈ ആൻഡ് എറർ ടു ഗെറ്റ് ദി കറക്റ്റ് എക്സ്പോഷർ, കറക്റ്റ് അപ്പർച്ചർ ആൻഡ് കറക്റ്റ് ഷട്ടർ സ്പീഡ്. അതിന് പകരം നിങ്ങൾ ഈ പ്രോഗ്രാം മോഡിലേക്ക് പോയിട്ട് ISO മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ റീഡിങ്സ് എടുത്ത ശേഷം പിന്നെ മാനുവലിലേക്ക് മാറ്റി നിങ്ങൾക്ക് വേഗം ISO നന്നായിട്ട് വളരെ ക്ലിയറായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ പ്രോഗ്രാം മോഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.